സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ഒരു കാലാംശത്തിൽ നമ്മുടെ സാധാരണക്കാരായ സജ്ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസികമായ പ്രയാസത്തിന് വിരാമം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഭാഷണം കൊണ്ടുവരുന്നത്. നമ്മൾക്കറിയാം, ഈ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ ഒരു പരിധി വരെ നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നത്. അത് നമ്മൾ ആദ്യം ഓർമ്മ വേണം. എന്നാൽ ഈ കലികാലത്തിൽ നമുക്കറിയാം 4 യുഗങ്ങളാണുള്ളത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് കലിയുഗം എന്ന് പറയുന്നത്. ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കലി ബാധിക്കും. കലി എന്ന് പറഞ്ഞാൽ നാശം എന്നാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ മനുഷ്യൻ തന്നെ മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള ഗൂഢപദ്ധതികളാണ് തയ്യാറാക്കുക. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കാം, വളരെ വേണ്ടപ്പെട്ട ആൾ പോലും നമ്മളോട് സ്നേഹത്തോടും തഞ്ചത്തിൽ നിന്ന് സ്നേഹത്തോടും ബഹുമാനത്തോടൊക്കെ ഒന്നിച്ച് നിന്നിട്ട് നമ്മളെ അങ്ങ് പറ്റിക്കും, നമ്മളെ വഞ്ചിക്കും, നമ്മളെ ചതിക്കും, പറ്റുമെങ്കിൽ നമ്മളെ ഏത് വിധേനയും നശിപ്പിക്കുകയും ചെയ്യും. ഇത് ഈ കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലതാരാണ് ചീത്തയാരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു ബിസിനസ് നമ്മൾ ചെയ്യാണെന്നിരിക്കട്ടെ, ആ ബിസിനസ്സിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരൊരു ഗതിയുമില്ലാതെ വളരെ ദുരിതമനുഭവിക്കുന്ന ഒരാളായിരിക്കാം. അവരെ നമ്മൾ കൈപിടിച്ചുയർത്തി എൻ്റെ ഒന്നിച്ച് കൂടിക്കോളും, ഞാൻ നിനക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ബിസിനസ്സിൽ ഒന്നിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ബിസിനസ്സിൽ ഒന്നിച്ച് അദ്ദേഹത്തിനെ ഒരു സഹോദരൻ എന്ന പോലെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരികയാണെന്നിരിക്കട്ടെ, അതിൽ നമുക്ക് ചതി പറ്റും. അദ്ദേഹമായിരിക്കും ചിലപ്പോൾ നമ്മളെ ചതിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയും നമ്മളെ വലിയൊരു കടക്കണിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ബിസിനസ് മുഴുവൻ അവരുടേതാക്കി മാറ്റുന്ന കാഴ്ച ഈ കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ കലിയുഗത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇത്. ഇതോടൊപ്പം തന്നെ നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള ആഭിചാരങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ മാരണം എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള പലതും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തു ചെയ്യും? ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അറിയാത്തത് കൊണ്ട് പലരും പലതരത്തിലുള്ള പൂജാ കാര്യങ്ങളൊക്കെ നമ്മളങ്ങോട്ട് ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ ഫലിക്കില്ല, അതിൽ ഗുണം നമുക്ക് കിട്ടുന്നില്ല. താൽക്കാലമായിട്ട് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടും, വീണ്ടും നമുക്കതിനേക്കാൾ ഉപരി കാര്യങ്ങൾ നമുക്കെതിരെയായിട്ടുണ്ടാകും. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? വേണം. പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളൂ. നമ്മൾക്കും പൊരുതി മുന്നേറണം. എല്ലാവരും പോലെ നമ്മൾ അയ്യോ വയ്യേ എന്നൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ പൊരുതുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അതിനൊരു പരിഹാരം വേണം. ഈ പരിഹാരം പറയുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ എല്ലാ തവണയും പറയും പോലെ പറയട്ടെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഈ സ്ക്രീനിൻ്റെ, നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൻ്റെ താഴെ ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തൊട്ട് കൊടുക്കുക. തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക. ആയി. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഇതിനോടൊപ്പം തന്നെ ഞാൻ നിരവധി വീഡിയോസ് ഇനിയും ഇതുപോലെ പ്രഭാഷണം ചെയ്ത് വിടും. അപ്പോൾ ഇതും നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ എന്നെപ്പോലെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ സാധാരണക്കാരാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് വീണ്ടും ഇതുപോലുള്ള വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തത്സമയം തന്നെ നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എപ്പോഴും വേണം കാണാൻ കഴിയും എന്നർത്ഥം. അവിടെ നിൽക്കട്ടെ, ഒരു വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കലികാലത്തിൽ നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ സംഭവിക്കും. നമ്മുടെ സ്വഭാവം തന്നെ മോശമാവും. ചിലപ്പോൾ അറിയാതെ വായിൽ നിന്നും പല വൃത്തികെട്ട വാക്കുകൾ വരും. വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ മോശമായിട്ട് പെരുമാറും, ഇല്ലേ? വളരെ സ്നേഹത്തോട് നിൽക്കുന്ന ആൾക്കാർ, നേരത്തെ പറഞ്ഞത് നമ്മളെ ഒരാൾ ദ്രോഹിക്കുന്നതാണ്, എന്നാൽ നമ്മൾക്ക് വേറൊരാളെ ദ്രോഹിക്കാൻ വേണ്ടി തോന്നും.
അവൻ ശരിയല്ല, അതുകൊണ്ട് തന്നെ അവനെ നശിപ്പിക്കണം എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരും. അത് മഹാപാപമാണ്. ഇങ്ങനെ മറ്റൊരാളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ദോഷമുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി തോന്നും. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു തന്നെ ഇരിക്കട്ടെ, നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവനെ നശിപ്പിക്കണം എന്നുള്ളൊരു മോശമായ ചിന്ത നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾ തൻ്റെ കുടുംബത്തിൻ്റെതാവട്ടെ അല്ലെങ്കിൽ തൻ്റെ തന്നെ ആവട്ടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി ഏത് നീചമാർഗവും അവർ സ്വീകരിക്കും. നമ്മൾക്കറിയാം, നമ്മുടെ ആദ്യ കാവ്യം എന്ന് പറയപ്പെടുന്ന രാമായണത്തിൽ, ആ രാമായണത്തിൻ്റെ ഗ്രന്ഥകർത്താവ് വാൽമീകിയാണ്. ആ വാൽമീകിയുടെ തന്നെ ആത്മകഥ നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും. അദ്ദേഹം തൻ്റെ കുടുംബത്തെ പുലർത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ മാർഗം എന്താണ്? ഈ വനത്തിലൂടെ പോകുന്ന ആൾക്കാരെ കൊള്ളയടിക്കുക, അവരെ നിഷ്കരുണം കൊന്നുകളയുക, അവരുടെ സമ്പത്ത് പിടിച്ചു പറിക്കുക, അവരുടെ വസ്ത്രങ്ങൾ പിടിച്ചു പറിക്കുക, അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി അവരെ നിഷ്കരണം കൊന്നുകളയുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന വാൽമീകി. വാൽമീകിയുടെ യഥാർത്ഥത്തിലുള്ള പേരെന്തായിരുന്നു? അന്നേരം ആ കാലഘട്ടത്തിൽ അദ്ദേഹം വാൽമീകി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയം അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. ഒരു ക്രൂരനായ വ്യക്തിയായിരുന്നു ഈ രത്നാകരൻ. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുവഴി ഒരാൾക്ക് പോലും നടന്നു. അത്ര ക്രൂരമായ ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. എന്ന് വെച്ചാൽ ഈ കലി ശരിക്കും അന്ന് ഇദ്ദേഹത്തിനെ ബാധിച്ചു. ആ സമയത്ത് കലിയില്ല. ഞാനിവിടെ ഈ കലികാലത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ കലിയില്ല. എന്നാൽ അദ്ദേഹത്തിന് കലി ബാധിച്ച പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ വൃത്തികെട്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ആ താരകമന്ത്രം പറഞ്ഞു കൊടുത്തു സപ്തർഷികൾ. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിൻ്റെ ഈ ചിന്തകൾ മാറണം. കാരണം നീ ഈ ചെയ്യുന്നത് മഹാ അപരാധമാണ്. ഈ ചെയ്യുന്ന സമയത്ത് നിന്നിലേക്ക് എത്തിച്ചേരുന്ന പാപങ്ങളുടെ കർമ്മം നീ അനുഭവിക്കേണ്ടേ? നിൻ്റെ കുടുംബക്കാർ ആ സമയത്ത് നിനക്ക് ഷെയർ ആയിട്ടുണ്ടാവില്ല. നീ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ സമ്പാദിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നീ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് മഹാപാപമാണല്ലോ. നീ അവർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ നീ ഇതിലൂടെ നേടുന്ന പാപങ്ങളും അവർക്ക് കൊടുക്കുമോ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ അവരത് സ്വീകരിക്കുമോ? എന്താ സംശയം? ഞാൻ പാപം നേടുന്നുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ ഒരു പരിധി അവർക്കും കിട്ടും. സപ്തർഷികൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് പോയി ചോദിക്കൂ. അദ്ദേഹം ഓടി വീട്ടിൽ പോയിട്ട് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞെന്താ അറിയാം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചിടും. അതിന് ഞാൻ ഷെയർ ചെയ്യില്ല. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ അനുഭവിച്ചുകൂടാ. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഭാര്യയും മക്കളെയും സംരക്ഷിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതെന്ന് ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതിൽ പുണ്യം ഉണ്ടെങ്കിൽ പുണ്യം നിങ്ങൾ എടുത്തോളാം, പാപം ഉണ്ടെങ്കിൽ പാപം നിങ്ങൾ അനുഭവിച്ചോളാം. അദ്ദേഹത്തിൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രമാണ് താരകമന്ത്രം. അതെന്താണ്? രാമ 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 പാഹിമം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമം. ഇതൊന്നും കാട്ടാളനായ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം രാമ 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 എന്ന് മാത്രം ജപിച്ചു. അത് മതി, അത്രയും വേണ്ടു. ഞാനിങ്ങനെ ചൊല്ലിയെന്ന് മാത്രം. അദ്ദേഹത്തിന് രാമരാമ എന്ന മന്ത്രം മാത്രമേ ജപിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ആ രാമമന്ത്രം ജപിച്ചതോടുകൂടി അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ദോഷിച്ച ദുരിതങ്ങളൊന്നും അദ്ദേഹത്തിന് ഏൽക്കാതെ അദ്ദേഹം ശ്രേഷ്ഠമായൊരു മാമുനിയായി തീർന്നു എന്ന് രാമായണം പറയുന്നു. ഇവിടെ ഈ രാമമന്ത്രം നിത്യേന നമ്മൾ സന്ധ്യക്ക് പറയാറില്ലേ, നിങ്ങൾ നാമം ജപിക്കൂ, രാമമന്ത്രം ജപിക്കൂ എന്നൊക്കെ പറയാറില്ലേ. ഇന്ന് നാമജപവും ഇല്ല. അവിടെ ഉള്ളതൊക്കെ എന്താ? TV ജപ, സീരിയലാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രാമമന്ത്രം കൃത്യമായി വീട്ടിലിരുന്ന് നമ്മൾ ജപിക്കുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും നാമം ജപിക്കുന്ന രാമമന്ത്രം ജപിക്കുന്ന ആൾക്ക് ഒരു തരത്തിലുള്ള ദുരിതങ്ങളും ഏൽക്കുകയില്ല. കലികാലത്തിൽ ഏറ്റവും ശക്തിയുള്ള മന്ത്രമായിട്ടാണ് രാമമന്ത്രത്തെ കാണുന്നത്. ഈ രാമമന്ത്രം ജപിച്ച ഹനുമാൻ സ്വാമിക്കെതിരെ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അസ്ത്രങ്ങൾ തൊടുത്തു വിട്ട ഒരു കഥ രാമായണത്തിൽ, ഉത്തര രാമായണത്തിൽ കാണാം.
അപ്പോൾ ശ്രീരാമചന്ദ്രൻ തൊടുത്തു വിടുന്ന അസ്ത്രങ്ങൾ പോലും ആ ഹനുമാൻ സ്വാമി ജയ് ശ്രീരാം എന്ന് പറയുന്ന സമയത്ത് ആ അസ്ത്രങ്ങൾ പൂമാലയായി തൻ്റെ കഴുത്തിൽ വീണു എന്നാണ് പറയുന്നത്. അറിയാലോ, ശരിയല്ലത്? ഉത്തരരാമായണത്തെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നേർക്ക് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദുരിതങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പൂമാലയായി തീരും, അത് നല്ലതായി തീരും, നമുക്കൊരിക്കലും ദോഷമായി ഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് രാമായണത്തിൽ പറയുന്നു. അപ്പോൾ രാമമന്ത്രം നമ്മൾ ജപിക്കാം, ഒരു ദുരിതവും നമ്മളെ ഏൽക്കില്ല, അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടും. അതാണ് കലികാലത്തിൽ രാമമന്ത്രത്തിൻ്റെ ഇത്രയേറെ പ്രാധാന്യം. എന്നാൽ നമ്മൾക്കിങ്ങനെ ഒരു ദുരിതം ഒരാൾ ചെയ്തു എന്നിരിക്കട്ടെ, ചിലപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ദുർദേവതയെ നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ചില ആൾക്കാർ ഈ കൂടോത്രമൊക്കെ ചെയ്യുന്നില്ലേ, അങ്ങനെ ഒരു ദുർദേവതയെ വിട്ടു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മാരണം ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ആഭിചാരം ചെയ്തു എന്നിരിക്കട്ടെ. ഇനി അല്ല, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇതായിട്ട് ഒരു ഭൂത പ്രേത പിശാചുക്കൾ ഉണ്ട് എന്നിരിക്കട്ടെ, തുടർച്ചയായ കഷ്ടകാലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ സർവവും ദുരിതമായിട്ട് നമുക്കിങ്ങനെ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണെന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? അങ്ങനെ നമ്മളെ ഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മൾക്കൊരു കവചം ഉണ്ടാക്കണം. അങ്ങനൊരു കവചം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് സാക്ഷാൽ നാരായണ കവചം. നമുക്കറിയാം, നമ്മുടെ നാരായണ കവചം എന്ന് ചിലപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ നാരായണ കവച മന്ത്രം അങ്ങോട്ട് ജപിക്കുക എല്ലാ ദിവസവും. നിങ്ങൾക്ക് എന്ത് ദുരിതമുണ്ടെങ്കിലും അതിൽ നിന്നും നിങ്ങളെ സംരക്ഷണമേകി നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഓറയായിട്ട് അതിങ്ങനെ നിലനിൽക്കും. ആൾക്കാർ എന്ത് ചെയ്താലും നിങ്ങൾ പക്ഷെ അത് ഭക്തിയോടുകൂടി ജപിക്കണം. നേരത്തെ രാമമന്ത്രം ജപിക്കുന്ന അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? ഈ രാമമന്ത്രം ജപിക്കുമ്പോൾ ഈ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള ചിന്ത നമുക്ക് വേണം. എൻ്റെ ഉള്ളിലുള്ളത് സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ്. ഹനുമാൻ സ്വാമി നേരെ അസ്ത്രം അയക്കുമ്പോൾ ഈ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തത്? തൻ്റെ ഹൃദയം പിടിച്ച് അല്ലെങ്കിൽ നെഞ്ചി പിടിച്ച് ഇങ്ങനെ പിളർന്നപ്പോൾ അവിടെ രാമനെയും സീതയെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളത് ശ്രീരാമനാണ്, സീതയാണ് ഉള്ളത്. അപ്പോൾ അവർക്കൊരിക്കലും നാശമില്ല. അതുകൊണ്ട് തന്നെ എന്നെ നശിപ്പിക്കാൻ ഈ പറയുന്ന ദുരിതത്തിനൊന്നും കഴിയില്ല എന്ന് അവിടെ തെളിയിക്കുകയാണ്. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുരാണത്തിൽ ഇത്തരം കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ളത് ശ്രീരാമൻ തന്നെയാണ്. പക്ഷെ സ്വഭാവം ശ്രീരാമൻ്റെ ആക്കണം. നമ്മൾ ശ്രേഷ്ഠമായ തലത്തിലേക്ക് കൊണ്ടുവരണം. ആർക്കും ഉപദ്രവവും ഇല്ലാത്ത വിധത്തിലാക്കണം. എല്ലാ കൊള്ളരുതായ്മയും കാണിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ശ്രീരാമനെന്ന് പറഞ്ഞാൽ അവിടെ ശ്രീരാമൻ ഉണ്ടാവില്ല. അതുകൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ നാരായണ കവചം ചൊല്ലുമ്പോൾ സാക്ഷാൽ നാരായണൻ എൻ്റെ ഉള്ളിലുണ്ട്. ആ നാരായണൻ്റെ കയ്യിൽ സുദർശന ചക്രവുമുണ്ട്. എൻ്റെ നേർക്ക് വരുന്ന എല്ലാത്തിനെയും അരിഞ്ഞ് വൃത്തിയായി നശിപ്പിച്ചും കൊണ്ട് ആ നാരായണൻ അവിടെ വിളങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നാരായണൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം? സാക്ഷാൽ നാരായണൻ്റെതായിരിക്കണം. എന്ന് വെച്ചാൽ നാരായണൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ശത്രുവിനോട് പോലും സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറണം. നമ്മളെ ഉപദ്രവിച്ചവരാണവർ. നമ്മൾക്കിപ്പോഴും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ, എന്നാലും നമ്മൾ സ്നേഹത്തോട് ഒക്കെ പെരുമാറണം. പക്ഷേ അവരിൽ നിന്ന് നമ്മൾക്കെതിരെ എന്തെങ്കിലും തരത്തിൽ ദുരിതമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾക്കെതിരെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ, ആ അവസരത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള നാരായണ കവച മന്ത്രം അത്ര ശ്രേഷ്ഠമാണ്. നാരായണ കവച മന്ത്രം ജപിക്കുന്ന ആളെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ നാരായണ കവചം നമ്മൾ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ആ നാരായണ കവചം നമ്മൾ രാവിലെയും രാത്രിയും നമ്മൾ, അല്ലെങ്കിൽ സന്ധ്യക്കും പ്രഭാതത്തിലും ജപിക്കുക. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദുരിതവും ബാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിങ്ങളെ സംരക്ഷിക്കും. അതൊക്കെ തട്ടി എറിയും. ഒരു ദിവസം വായിച്ചാൽ ആവുമോ? പോരാ. എപ്പോഴും അത് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. കാരണം ദുരിതങ്ങൾ എപ്പോഴും നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും, പലതരത്തിലുള്ള ദുരിതങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ദുരിതങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് ഈ നാരായണ കവചം എന്ന് പറയുന്നത്. ഇനി നാരായണ കവചം നമുക്ക് പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. സംസ്കൃത വാക്കുകളാണ്, വളരെ കടുകട്ടിയാണ്, പറ്റുന്നില്ല. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾക്ക് ദേവീ മാഹാത്മ്യം അറിയാലോ. ആ ദേവീ മാഹാത്മ്യം വായിക്കുക. ആ ദേവി സാക്ഷാൽ ആദി പരാശക്തിയാണ്. ആ ആദി പരാശക്തിയായ ദേവി എൻ്റെ ഉള്ളിൽ വിളയാടുന്നുണ്ട്. ഇതെപ്പോഴും നമുക്ക് വേണം. ഏത് മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിലും ആ ദേവിയെ നമ്മുടെ ശരീരത്തിൽ അങ്ങ് കുടിയിരുത്തണം. അതിന് ഈ ദേവി മാഹാത്മ്യം വായിക്കുന്നത്, ആ ദേവി മാഹാത്മ്യത്തിൻ്റെ ഫസ്റ്റത്തെ പേജ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ്, എങ്ങനെയാണ് ജപിക്കേണ്ടത്.
ആ ജപിക്കേണ്ട വിധത്തിൽ നമ്മൾ അങ്ങോട്ട് ജപിക്കുക. അതിൽ നാരായണി സ്തുതിയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ നാരായണി സ്തുതി അങ്ങോട്ട് മാത്രം നമ്മൾ ജപിക്കുക. എല്ലാ ദിവസവും ജപിക്കുക. നിങ്ങളെ ഒരു ശക്തിക്കും ഒരു മാരണം ചെയ്താലും ആഭിചാരം ചെയ്താലും പ്രേത ഭൂത പിശാചുക്കൾക്കായാലും കഷ്ടകാലത്തിനായാലും ദുർദേവതകൾക്കായാലും ഒന്നും ഒരു തരത്തിലും നിങ്ങളെ ദ്രോഹിക്കാൻ കഴിയില്ല, ഒന്നും തന്നെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഗൃഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് പോലും ഈ നാമം ജപിക്കുന്നതിൻ്റെ ശക്തി അവിടെ ഒരു കവചമായിട്ട് ഇങ്ങനെ മാറുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പേടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കയറും. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ ഈ വീട് നമ്മൾ താമസിക്കുന്ന വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ശക്തിക്ക് കടന്നു വരാൻ പറ്റില്ല. ആ ഭൂമിയിലേക്ക് ഒന്നിനും കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലും മാരണം ചെയ്തോട്ടെ, ഫലിക്കില്ല. അത് അവിടെ പുറത്ത് വന്ന് അവിടെ നിൽക്കും, ഇതിനുള്ളിലേക്ക് കടക്കില്ല. നമ്മൾ വെളിയിലേക്ക് പോകുമ്പോഴോ ഈ മന്ത്രം ജപിച്ചതിൻ്റെ ശക്തി നമ്മുടെ പുറത്ത് ഇങ്ങനെ ഓറയുണ്ട്, അത് നമ്മുടെ പുറകെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, നമ്മളുടെ ശരീരത്തിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ഗുണകരമായിട്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റും ഒരു ഓറയുണ്ടാകുന്നു. ഇത് കൃത്യമായിട്ട് നമ്മുടെ ശ്രേഷ്ഠമായ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നിലവിലിപ്പോൾ എല്ലാവർക്കും ഒരു ഓറയുണ്ട്. ആ ഓറയെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയുണ്ട്. ആ ഓറയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പലതരത്തിലുള്ള ചികിത്സാ സമ്പ്രദായം നടക്കുന്നുണ്ടെന്ന് അർത്ഥം. നമുക്കറിയാം, ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും കൃഷ്ണൻ്റെയും ഒരു ഫോട്ടോ കാണുമ്പോൾ അതിന് പുറത്തേക്കുള്ള ചെറിയൊരു പ്രഭാവലയം ഇങ്ങനെ വരച്ചിട്ട് കാണുന്നില്ലേ? ഇതേപോലെ നമ്മുടെ ശരീരത്തിനൊരു പ്രഭാവലയമുണ്ട്. അതിനാണ് ഈ ഓറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രഭാവലയം നമ്മൾ ഇത്തരത്തിൽ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ശ്രേഷ്ഠമായ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും ഈ ഓറയുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രഭാവലയം ഇങ്ങനെ വർദ്ധിച്ച് വരും. അത് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷേ അതിൻ്റെ ഒരു ഓറ, ഒരു ശക്തി, ഒരു ചൈതന്യം നമുക്ക് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതിങ്ങനെ വർദ്ധിച്ച് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റൊന്നിനും കടന്നു വരാൻ പറ്റില്ല, ഒരു ശക്തിക്കും കടന്നു വരാൻ പറ്റില്ല. പക്ഷേ നമ്മളിത് ഒരു തവണ മാത്രം ചെയ്തു, പിന്നീട് നമ്മുടെ കർമ്മങ്ങൾ ദോഷമാണെന്നിരിക്കട്ടെ, നമ്മുടെ കർമ്മങ്ങൾ ദോഷമാണെങ്കിൽ ഈ ഓറ ചെറുതാവും, ഈ ഓറ നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും? അത് ഈ ദുഷ്ടശക്തികൾ നമ്മുടെ അരികിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ കർമ്മവും നന്നാവണം. എല്ലാവരും നമ്മൾക്കെതിരെ ദോഷം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചങ്ങോട്ട് ദോഷം ചെയ്യാൻ നിൽക്കരുത്. നമ്മൾക്കൊരാൾ മാരണം ചെയ്തു തിരിച്ചങ്ങോട്ട് മാരണം ചെയ്യാൻ നിൽക്കരുത്. ഇത് മാത്രമല്ല, ഇങ്ങനെ ആരെങ്കിലും നമ്മൾക്കെതിരെ മാരണം ചെയ്തു എന്നിരിക്കട്ടെ, ഇങ്ങനെ മാരണം ചെയ്തു കഴിഞ്ഞാൽ ഈ ഓറയ്ക്ക് അരികിൽ വന്നിട്ട് ഈ ചെയ്തിട്ടുള്ള മാരണം അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമല്ലോ. പിന്നീട് ഇവർക്ക് ഇവിടെ നിൽക്കുക, അതെന്തായാലും ഫലം എവിടെയെങ്കിലും ഏൽക്കണം. അപ്പോൾ അതിങ്ങനെ വന്ന് നിന്നിട്ട് അവസാനം ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ വന്ന മാരണമായാലും ആഭിചാരമായാലും തിരിച്ച് ആരാണോ നമുക്ക് ചെയ്തിട്ടുള്ളത് അവരിലേക്ക് തിരിച്ചു പോകും, അവരിലേക്കത് തിരിച്ചു പോകും. അപ്പോൾ അസ്ത്രം തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടൊക്കെ തിരിച്ചു വരുന്നത് പോലെ ബുമാറങ്ങ് പോലെ തിരിച്ച് ആ വന്ന വ്യക്തിയിലേക്ക് ആരാണ് അയച്ചത് അവരിലേക്ക് തന്നെ തിരിച്ചു പോകും. എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെന്ത് വേണം? ഒരു കാരണവശാലും നമ്മളിത് വേറൊരാൾക്കെതിരെ പ്രയോഗിക്കരുത്. മാരണമാവട്ടെ, ആഭിചാരമാവട്ടെ, മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ. കാരണം അവർ ശക്തിയുള്ളതായിരിക്കും, ചിലപ്പോൾ അവർ ഏതെങ്കിലും ദേവതയെ ഉപാസിക്കുന്ന ആളായിരിക്കും. അങ്ങനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് ഫലിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മളിലേക്ക് വരും. നമ്മൾ ചിലപ്പോൾ കിടപ്പിലായി പോകും, ദീർഘകാലമായിട്ട് കടന്നു പോകും. കാരണം നമ്മളെ ഉള്ളിലുള്ള ശക്തി കാരണം നമ്മൾ ഒരിക്കലും മരിക്കുകയും ചെയ്യില്ല. പക്ഷേ ഈ നരകത്തിലൂടെ കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്ത് വേദന തിന്ന് കിടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് മാരണം ചെയ്യുന്ന ആളും ആഭിചാരം ചെയ്യുന്ന ആളും ശ്രദ്ധിക്കുക. അത് ആർക്കെതിരെയാണോ പ്രയോഗിക്കുന്നത്, അവർ ഉപാസകനാണെങ്കിൽ, ഇതുപോലെ നാരായണ കവചം ജപിക്കുന്ന ആളാണെങ്കിൽ, ദേവി മഹാത്മ്യം ജപിക്കുന്ന ആളാണെങ്കിൽ, ഇതൊന്നുമല്ല, ഗായത്രി മന്ത്രം 108 തവണ ഗായത്രി മന്ത്രം രാവിലെ 108 1008 ജപിക്കാൻ പറ്റും. അത്ര മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി. അപ്പോൾ ഗായത്രി മന്ത്രം നിത്യേന ജപിക്കുന്ന ഒരാളാണെങ്കിൽ, അതോടൊപ്പം ഗായത്രി ജപിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചാക്ഷരിയും കൂടി ജപിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, പഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ ഓം നമ ശിവായ എന്നുള്ളത്, ഇതൊക്കെ ജപിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കെതിരെ ആരെങ്കിലും തന്നെ ഇത്തരത്തിൽ ദോഷകരമായി ചെയ്തു പോയാൽ അവരിലേക്ക് അത് എത്തില്ല. തിരിച്ച് ചെയ്യുന്ന ആളുടെ ആക്ച്വലി ആ വീട് തന്നെ കുളം തോണ്ടും ആ ആഭിചാരവും അതുപോലെ തന്നെ ദുർദേവതകളും. വളരെയേറെ ശ്രദ്ധിക്കണം. നമുക്ക് ഒരാളോട് ശത്രുതയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരാളോട് മോഹം തോന്നിയിട്ട് അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരിലേക്ക് അത് ഏറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ കുടുംബം തന്നെ തകർന്നു പോകും എന്നർത്ഥം. ചില ആൾക്കാരുടെ കണ്ണ് നഷ്ടപ്പെടും, ചില ആൾക്കാരുടെ ഒരു ഭാഗം തളർന്നു പോകും. ഇതൊക്കെ വരുന്നത്
നമ്മൾ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഫലിക്കാതെ വന്നു കഴിഞ്ഞാലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അഥവാ ഇപ്പം വന്ന് അവർക്ക് ഇപ്പം എൻ്റെ നേർക്ക് ഒരാൾ ഇത്തരത്തിലുള്ള ഇത് ചെയ്തു എന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനിത് കൃത്യമായിട്ട് ഉപാസിക്കാത്ത ആൾക്കാരെങ്കിൽ എന്നെ അത് ബാധിക്കുമല്ലോ. ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കണ്ണ് നഷ്ടപ്പെടുന്നുണ്ട്, ഒരു ഭാഗം തളർന്നു കിടക്കുന്നുണ്ട്, ചില ആൾക്കാരുടെ മരണം സംഭവിക്കുന്നുണ്ട്, സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ പലതരത്തിൽ വീട്ടിൽ കലഹമുണ്ടാകും. ഇങ്ങനെ ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, മാരണം ചെയ്താൽ, ആഭിചാരം ചെയ്ത് കഴിഞ്ഞാൽ, ദുർദേവതയെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എന്ന് വെച്ചാൽ പരസ്പരം അവിടെ കലഹമുണ്ടാക്കും. ആ വീട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ ദുരിതമായിരിക്കും. പരസ്പരം കാണുമ്പോൾ ഒരു കാരണവും ഉണ്ടാവില്ല, തമ്മിൽ അടിപിടി കൂടുന്നുണ്ടാകും. ഇതൊക്കെ മറ്റുള്ളവർ നമ്മൾക്കെതിരെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്ട സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പരസ്പരം കലഹമുണ്ടാകുന്നു. പിന്നെ എന്ത് ചെയ്താലും അവിടെ ഒരു വിജയം ഉണ്ടാകില്ല. നമുക്ക് നല്ലപോലെ വരുമാനമുള്ളൊരു തൊഴിലായിരുന്നു, പക്ഷേ പിന്നീട് നമുക്ക് ആ തൊഴിൽ എന്ത് ചെയ്തിട്ടും ആ വിജയം കിട്ടുന്നില്ല. ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഒരു ഭാഗമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാം ഇങ്ങനെ ആവണമെന്നില്ല. അത് വാസ്തുദോഷമുണ്ട്. ഞാൻ വാസ്തുദോഷത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പലരും കേട്ടതായിരിക്കും. നാഗശാപം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാവും. പലതരത്തിലുള്ള ബാധകൾ, ഈ ബാധകൾ ഈ ഒരു കാര്യത്തിൽ പെട്ടു. ഈ ബാധകൾ എന്ന് പറയുമ്പോൾ അത് ഒരു തരം ബാധ, ഈ പറയുന്ന മറ്റുള്ളവരെ അയക്കുന്ന ബാധകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാധകളുണ്ടെങ്കിലും ഒക്കെ തന്നെ അതിന് ആ വീട്ടിൽ കലഹമുണ്ടാകും. അതുപോലെ ഭാര്യ ഭർത്താവട്ടെ, അച്ഛനും മക്കളും ആവട്ടെ, ഇവരൊന്നും പറയുന്ന പരസ്പരം ഇഷ്ടപ്പെടാത്ത വിധത്തിൽ പെരുമാറും. അപ്പോൾ നമ്മളെ വീട്ടിൽ ചില ആൾക്കാരെ നമ്മളിപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ പറ്റും, ഈ ശരീരത്തിൽ പ്രേതം കൂടിയിട്ട് അവർ പലതരത്തിലുള്ള പിന്നെ തുള്ളലും ചാടലും ഒക്കെ ചെയ്യുന്ന, എല്ലാവരും തെറി വിളിക്കുകയും ആക്രമണം നടത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ അവസാനം ആ കുരുതി പൂജ ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് ശരിക്കും ഉറഞ്ഞു തുള്ളുകയും ആ ഭജന ഇരിക്കുന്ന ആൾക്കാർ നിശ്ചിത ദിവസം കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടി അവർ പൂർവാധികം ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെയുള്ള ബാധകൾ നമ്മുടെ ശരീരത്തിൽ കേൾക്കാതിരിക്കാൻ, നമ്മുടെ ശരീരത്തെ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ചോറ്റാനിക്കര പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് അവിടെ ചെയ്യുന്നത്. ഏൽക്കാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഉപാസന ചെയ്യണം. ഉപാസന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാരായണ കവചം, ദേവി മാഹാത്മ്യം, അതുപോലെ തന്നെ പഞ്ചാക്ഷരി, ഗായത്രി, ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യുന്ന ഉത്തമം. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ കൊടിയ ബാധയെ നമ്മുടെ നേർക്ക് വിട്ടാലും അത് ഈ ചേമ്പിൻ്റെ ഇലയുടെ മുകളിൽ വെള്ളം വീണാൽ എങ്ങനെയാണോ ഉള്ളത്, അത് തെറിച്ചു പോകും, ഇല നനയില്ല. അതുപോലെ നമ്മുടെ ശരീരത്തിൽ തട്ടാതെ അങ്ങോട്ട് പോകും. നമ്മുടെ ശരീരത്തിൽ മാത്രം മതിയോ? നമ്മുടെ കുടുംബത്തിലെ ഓരോ ആൾക്കാരുടെ രക്ഷയും വേണ്ടേ? എല്ലാവർക്കും വേണ്ടേ? ഇപ്പം നമ്മൾക്ക് സംഭവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ഭർത്താവിന്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അവർ വെളിയിലേക്ക് പോകും. നമ്മുടെ വീട്ടിലും രക്ഷയുണ്ട്, പക്ഷേ വെളിയിലേക്ക് പോകുമ്പോൾ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? അവരും നമ്മളും എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ജീവിക്കുക. മറ്റൊന്നും ചിന്തിക്കേണ്ട. ഒരു തരത്തിലുള്ള ബാധയോ മാരണമോ ആഭിചാരമോ നമ്മളിൽ കേൾക്കില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ മരിച്ച ആത്മാക്കളാവാം, ദുർമരണപ്പെട്ട ആത്മാക്കളാവാം, അല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൂതപ്രേത പിശാചുക്കളാവാം, നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തിൻ്റെയോ ഒന്നും അയലത്തേക്ക് അത് വരില്ല. ഇത്തരത്തിൽ നമ്മൾ ജീവിക്കാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ ജപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ ജപിക്കുന്ന അവസരത്തിൽ ഏത് മന്ത്രമാണോ ജപിക്കുന്നത് ആ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി, ഈ ചൈതന്യം ഉള്ളിടത്ത് എൻ്റെ ശരീരത്തിലുള്ളത് കൊണ്ട്, എൻ്റെ ഗൃഹത്തിലുള്ളത് കൊണ്ട്, ഈ ചൈതന്യം ഉള്ള ആൾക്കാർ ഇപ്പം വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ ഒരിക്കലും ദ്രോഹിക്കാൻ കഴിയില്ല. കാരണം വൈകുണ്ഠം തന്നെ അത്രയും ശ്രേഷ്ഠമാണ്. ആ ഭഗവാൻ വാഴുന്നിടം അത്രയും ശ്രേഷ്ഠമാണ്. കൈലാസത്തിൽ പോയിട്ട് ഭഗവാനെ ഉപദ്രവിക്കാൻ പറ്റുമോ? പറ്റില്ല. വഴിയിൽ വെച്ചിട്ട് ഭഗവാൻ ആക്രമിക്കാൻ നോക്കുന്ന ഒരുപാട് അസുരന്മാരുണ്ട്. പക്ഷേ കൈലാസത്തിൽ കയറിയിട്ട് ഭഗവാനെ ദ്രോഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനും അതിൻ്റെതായ പുണ്യമുണ്ടാകും നമ്മൾ ഈ മന്ത്രജപം നടത്തുന്ന അവസരത്തിൽ. അപ്പോൾ അവിടെയും അക്രമം നടത്താൻ അവർക്ക് കഴിയില്ല. പക്ഷെ എന്ത് വേണം? ഈ ഗൃഹത്തിലും ഈ വീട്ടിലും അല്ലെങ്കിൽ ഈ എൻ്റെ ശരീരത്തിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഉള്ളിലുള്ളത് എന്താണ്? ആ ഈശ്വരീയ ചൈതന്യം തന്നെയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ആ ഈശ്വര ചൈതന്യമാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണമെന്നർത്ഥം. അങ്ങനെ ആ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മളിലേക്ക് ഒന്നും ഏൽക്കില്ല എന്നുള്ള ബോധമാണ്. എന്നാൽ ഈ ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം? നമ്മളും ഈശ്വരനെ പോലെ ആയിരിക്കണം. ആ വാൽമീകി ആയിട്ടുള്ള രത്നാകരൻ കാട്ടാളനായല്ലോ.
അവിടുന്ന് രാമമന്ത്രം ജപിച്ച് അദ്ദേഹം മാമുനിയായി തീർന്നു, അദ്ദേഹം ശ്രേഷ്ഠനായി തീരയത്. പിന്നീട് അയാൾ മോഷണം നടത്തിയിട്ടില്ല, പിടിച്ചുപറി നടത്തിയിട്ടില്ല, ഒരാളെയും കൊന്നിട്ടില്ല. എല്ലാവരും സ്നേഹിക്കുകയാണ് ചെയ്തത്. സീതായെപ്പോലും സ്വന്തം മകളെപ്പോലെ വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മൾ നാരായണ കവചം ചെയ്യുമ്പോൾ നാരായണനായി തീരണം. ദേവി മാഹാത്മ്യം ചെല്ലുമ്പോൾ നമ്മൾ സാക്ഷാൽ ഈശ്വരിയായി മാറണം. നമ്മൾ സ്വഭാവത്തിൽ ഈശ്വരി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ സ്നേഹമായി തീരാൻ നമുക്ക് കഴിയണം. ശത്രുവിനെ പോലെയും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന അവസരത്തിൽ ഒരു തരത്തിലുള്ള ദോഷവും നമ്മളെ ബാധിക്കില്ല. നമ്മൾക്ക് വേണ്ടത് ദോഷമില്ലാത്ത ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആര് ഏത് തരത്തിൽ നമ്മൾക്ക് നേരെ വന്നാലും അതൊന്നും തന്നെ നമ്മുടെ ഇതിൽ ഫലിക്കില്ല, നമ്മൾക്കെതിരെ വരില്ല. അപ്പോൾ സന്ധ്യാവേളകളിൽ വിളക്ക് കൊളുത്തി വെച്ച് ഈ കാര്യം രാവിലത്തെ സന്ധ്യയും അതുപോലെ സായം സന്ധ്യയിലും ജപിക്കാം. എന്നാൽ ജപിക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ശരീരശുദ്ധി വരുത്തണം. ഈ വിളക്ക് കൊളുത്തി വെച്ച് സന്ധ്യക്കും നമ്മൾ ജപിക്കുന്നുണ്ട്, പ്രഭാതത്തിലും ജപിക്കുന്നുണ്ട്. ഇത് കുടുംബസമേതം ജപിക്കണം. ശരീരശുദ്ധി വരുത്താൻ മറക്കരുത്. ശരീരശുദ്ധി എന്ന് പറയുന്ന അവസരത്തിൽ നമുക്കൊരു സംശയം വരും, എന്താണ് ശരീരശുദ്ധി? ഒന്ന് കുളിക്കുക, അതാണ് ശരീരശുദ്ധി എന്ന് പറയുന്നത്. കുളിച്ചതിന് ശേഷം ചെയ്യുക, എന്നാലേ നമ്മുടെ മനസ്സും ശരീരം തണുക്കും. ഈ മനസ്സും ശരീരം തണുത്ത് വളരെ നിർമ്മലമായിരിക്കുന്ന സമയത്ത് വേണം മന്ത്രം ജപിക്കാൻ. കലുഷിതമായിരിക്കുന്ന സമയത്ത്, മനസ്സ് കലുഷിതമായിരിക്കുന്ന സമയത്ത്, ശരീരം വേർതിരിക്കുന്ന അവസരത്തിൽ ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഏകാഗ്രത കിട്ടില്ല. അപ്പോൾ ഏകാഗ്രതയോടുകൂടി തൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഭഗവതി ഇരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഞാൻ തന്നെ ആ ദേവിയാണ്, ദേവനാണെന്നുള്ള ചിന്തയോടുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ജപിക്കാൻ. വെറുതെ അങ്ങോട്ട് ജപിക്കലല്ല, വെറുതെ രാമരാമ ജപിക്കലല്ല, ഓ നമശിവായ എന്ന് ജപിക്കലല്ല, അല്ലെങ്കിൽ ദേവിയുടെ മൂലമന്ത്രം അങ്ങോട്ട് ജപിക്കലല്ല. ജപിക്കുന്ന അവസരത്തിൽ അത് എൻ്റെ ശരീരം മുഴുവൻ ആ ദേവിയുടെ അവയവമാണ് എന്ന് ചിന്തിക്കണം. ആ ഭഗവാന്റെ നെറ്റിത്തടമാണ് എൻ്റെ നെറ്റിത്തടം, അത് രണ്ടും ഒന്ന് തന്നെയാണ്, മാറ്റമില്ല. ആ ഭഗവാന്റെ കൈകളാണ് എൻ്റെ കൈകൾ, ആ ഭഗവാന്റെ മാരടമാണ് എൻ്റെ മാരടം, ഭഗവാന്റെ മുഖം തന്നെയാണ് എൻ്റെ മുഖത്തുമുള്ളത്, അത് തന്നെ എല്ലാം ഒന്ന് തന്നെയാണെന്ന് ചിന്തയിലൂടെ അങ്ങനെ നിങ്ങൾ ജീവിച്ചു നോക്കട്ടെ. ഒന്നെന്നില്ലാത്തൊരു അനുഭൂതി നമ്മൾക്കറിയാതെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ വർദ്ധിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ നാമം ജപിക്കാൻ, ഈ മന്ത്രം ജപിക്കാൻ. അപ്പോൾ ചിന്തിക്കും, വേറൊരു കാര്യമുണ്ട്. ഈ മന്ത്രം ജപിക്കുന്ന അവസരത്തിൽ ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കുന്നുണ്ടല്ലോ, പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ശരീരശുദ്ധി വെച്ചാൽ കുളിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോഴാണ് ചില സ്ത്രീകൾക്കുണ്ടാവുക ഒരു സംശയം, ഈ ആർത്തവ സമയത്ത് ഇത് ജപിക്കാൻ പാടുണ്ടോ എന്ന്. ഭഗവാന്റെ നാമം ജപിക്കുന്നതിനോ മന്ത്രം ജപിക്കുന്നതിനോ അത് ബാധകമല്ല. കാരണം ദേവി മാഹാത്മ്യം നമ്മൾ വായിക്കുന്നു, ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ്. നമുക്കറിയാം, ആ ദേവി മാഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം എടുത്ത് നമ്മളൊന്ന് ഒരു പുസ്തകം, ഒരു ചെറിയ പൈസ 50 രൂപക്ക് വരെ പുസ്തകം കിട്ടും. അതിൽ ഒന്നാമത്തെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 അല്ല, ഒരു 25-30 രൂപക്ക് വരെ കിട്ടുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ട് ഇന്ന ആൾക്കാർക്കൊക്കെ ഇത് ജപിക്കാം എന്നുവെച്ചാൽ ഇത് ജപിക്കുമ്പോൾ ഇന്ന ഗുണങ്ങളാണ് കിട്ടുന്നത്, ഇന്ന് ആഭിചാരത്തിനെ മാരണത്തിനൊക്കെ ഇല്ലാതാക്കുന്നതാണെന്ന് ദേവി മാഹാത്മ്യത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേവി ആരാണ്? സുന്ദരിയാണ്, യുവതിയാണ്, ഉറപ്പാണല്ലോ. അപ്പോൾ ആ ദേവിക്കുമുണ്ട് ആർത്തവം. നമ്മൾ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കല്ല വേണ്ടത്, യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ നമ്മൾ തള്ളിക്കളയണം. ദേവി യുവതിയാണെങ്കിൽ ദേവിക്കും ഉണ്ടാവുമല്ലോ ആർത്തവം. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പാർവതി ദേവിക്ക് ഇത്തരത്തിലുള്ള ഒരു ആർത്തവമാകുന്ന ഒരു പ്രക്രിയ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ആർത്തവ സമയത്ത് ആ ബിംബത്തിന് ചാർത്തിയ ആ തുണി പോലും വസ്ത്രം പോലും ലേലം ചെയ്ത് വിൽക്കുന്നുണ്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ, നമുക്കറിയാം. തൃപ്പുത്താവുക എന്നാണ് ആ ചടങ്ങിൻ്റെ പേര് തന്നെ. അങ്ങനെ മാസത്തിലൊരു തവണ അവിടെ നടയടച്ചിട്ട് പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ദേവിക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളും ദേവി തന്നെയല്ലേ എന്ന് സ്ത്രീകൾ ചിന്തിക്കുക. നിങ്ങളും ദേവിമാരാ, നിങ്ങളും അമ്മമാരാണ്, ഐശ്വര്യം തന്നെയാണ്. അപ്പോൾ അത് ഒരു അശുദ്ധിയായിട്ട് കാണേണ്ടതില്ല. അത് അമ്മയായതിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ശരീരത്തിലുണ്ടാകുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ നാമം ജപിക്കാതിരിക്കേണ്ടതില്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, ഒരു കഷ്ടപ്പാട് വരികയാണ്. കഷ്ടപ്പാട് വരുന്ന അവസരത്തിൽ പെട്ടെന്ന് എൻ്റെ ദേവി എന്ന് വിളിക്കാൻ പാടില്ല. കാരണം എന്താ? അയ്യോ എനിക്കിപ്പോൾ ആർത്തവം ഉള്ളത്, അതുകൊണ്ട് എനിക്കിപ്പോൾ വിളിച്ചുവിടുക എന്ന് പറയാൻ പറ്റുമോ? വിളിക്കുക. എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ദേവിയെ മന്ത്രം ജപിക്കാം, ആ ദേവി മാഹാത്മ്യം ജപിക്കാം, അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ
നമ്മൾ ശരീരശുദ്ധി എന്ന് പറയുന്നത് ഒന്ന് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം പിന്നെ ആർത്തവ ആവട്ടെ ഋതുമതി ആവട്ടെ എന്തോ ആവട്ടെ അന്ന് ശരീരം കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ജപിക്കണം. പരമാവധി വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വേണം നമ്മൾ ജപിക്കാൻ. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ദേവിയാവട്ടെ ദേവനാവട്ടെ അവർ നമ്മുടെ ഇതിലാണ് ഉള്ളത്, എന്നാലും അവർ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു എന്ന ഭാവത്തിൽ അവരുടെ വലത് കൈയുടെ ഭാഗത്ത് ഭക്തന്മാരിയ്ക്കുന്നു എന്ന തരത്തിൽ നമ്മൾ ഇരിക്കുന്നതാണ് ഉചിതം. അങ്ങനെ വടക്കോട്ട് നോക്കിയിരുന്ന് നമ്മളിത് ജപിക്കാം. പിന്നെ ചില ആൾക്കാർ ചോദിക്കും, ഈ ജപിക്കുന്ന സമയത്ത് മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ? ഒരു ദോഷവുമില്ല. ഇവിടെ വേണ്ടത് ഭക്തിയാണ്, ശുദ്ധിയാണ്. നമ്മൾ മത്സ്യമാംസാദികൾ രാവിലെ കഴിച്ച് അല്ലെങ്കിൽ രാവിലെ കഴിച്ചു, നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞു, സന്ധ്യയ്ക്ക് ജപിച്ചോ, ഒരു തെറ്റുമില്ല. കാരണം അവിടെ ഭക്തിയോടുകൂടി പിന്നെ ശുദ്ധിയോടുകൂടി നമ്മൾ ജപിക്കുന്ന സമയത്ത് എന്താണോ നമ്മുടെ അവസ്ഥ, മത്സ്യം കഴിച്ചുകൊണ്ട് ജപിക്കണ്ട, മാംസം കഴിച്ചും കൊണ്ട് തന്നെ ജപിക്കാൻ നിൽക്കണ്ട. പക്ഷേ ഇത് ജപിക്കാനായിട്ട് ഒരു സമയം നമ്മൾ കണ്ടെത്തുമ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരശുദ്ധി ഉണ്ടാവണം, ആ സമയത്ത് നമ്മുടെ മനഃശുദ്ധി ഉണ്ടാവണം. അത്തരത്തിൽ ശ്രേഷ്ഠമായിട്ട് നമ്മളിത് അങ്ങോട്ട് ചെയ്യാം. അതിൽ ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒക്കെ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം, തോന്നിക്കഴിഞ്ഞാലല്ല അല്ലെങ്കിലും നിങ്ങളത് അങ്ങോട്ട് ജപിക്കാം. കഷ്ടപ്പാട് ദുരിതങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ കഷ്ടപ്പാട് ദുരിതങ്ങൾ നമുക്ക് ഉണ്ടാകും. പക്ഷേ അങ്ങനെ വരുന്ന ആ ദുരിതങ്ങൾ ശക്തി കുറഞ്ഞു പോകും എന്ന് കൂടി പറയാം. നമുക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ദേവിയുണ്ട്, ഭദ്രകാളിയാണേ, മാടായിക്കാവിലമ്മ എന്നാണ് വിളിക്കുക. ഞാൻ ഒരു കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ആ ക്ഷേത്രത്തിൽ പോയി തൊഴും. ആ ക്ഷേത്രത്തിൽ പോയി തൊഴാറുണ്ട്. വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണ്, എന്നാലും ആ ക്ഷേത്രത്തിൽ പോയി തൊഴാറുണ്ട്. ഭദ്രകാളിയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അന്നേരം എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് പോകാറ്. ഇപ്പോഴല്ല, കുറേ വർഷം മുന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഈ അവസരത്തിൽ ചില ദിവസങ്ങളിൽ എൻ്റെ ഭാര്യ ഇതുപോലെ ഋതുമതി ആയിരിക്കുന്ന സമയം ഉണ്ടാകും. ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നാണല്ലോ കണക്ക്. ഞങ്ങളെന്ത് ചെയ്യുന്നറിയോ, ഈ ഓട്ടോറിക്ഷയിൽ അവിടത്തേക്ക് പോകും. ആ ക്ഷേത്രത്തിൻ്റെ ഈ മതിൽക്കെട്ടുണ്ടല്ലോ, ആ മതിൽക്കെട്ടിൻ്റെ കുറേ ദൂരെ മാറി നിന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അവിടെ നിന്നിട്ട് അമ്മയെ നോക്കി തൊഴും, പ്രാർത്ഥിക്കും. നമ്മൾ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകില്ല, പക്ഷെ അവിടെ നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കി തൊഴും. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. എല്ലാ വെള്ളിയാഴ്ച അത് ഒഴിവാക്കാതെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് ദുരിതം നിർബന്ധമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം അവിടെ പോയി തൊഴുത് വരുന്ന അവസരത്തിൽ നാഷണൽ ഹൈവേയിൽ വെച്ച് നല്ലൊരു ഇറക്കം ഉണ്ട്. എന്നുവെച്ചാൽ തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂരേക്ക് പോകുന്ന വഴിയിൽ ചുടല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് വലിയൊരു വളവും നല്ലൊരു ഇറക്കമുള്ളൊരു സ്ഥലമാണ്. അവിടെ വെച്ചൊരു KSRTC ബസ് നിയന്ത്രണം വിട്ട് വന്നിട്ട് എൻ്റെ വണ്ടിയിൽ വന്നിട്ട് ഇടിക്കുകയായിരുന്നത്. എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചു. നമ്മൾക്ക് അന്നേരം ഒരു പ്രത്യേകത അറിയാം, ഈ സമയം ഞാൻ എപ്പോഴും ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും ആ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നമ്മളിങ്ങനെ അമ്മേ നാരായണ ദേവി നാരായണ എന്നുള്ള മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. ഒരു രസം, നമ്മളൊന്നിച്ച് ഇങ്ങനെ ജപിക്കും വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട്. വേറെ ആരുമില്ലല്ലോ, നമ്മളങ്ങനെ ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ജപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ ബസ് വന്നിട്ട് നമ്മളെ വണ്ടിക്ക് ഇടിക്കുന്നത്. ഓട്ടോറിക്ഷയാണ് ഇടിച്ചിട്ട് അപ്പോൾ ഒരു ഭാഗത്ത് വലിയൊരു കൊക്കയാണ്. കാരണം തളിപ്പറമ്പിൽ നിന്ന് ഈ ഭാഗത്തേക്ക് പയ്യന്നൂരേക്ക് പോകുമ്പോൾ മരത് ഭാഗത്തേക്കാണ് എൻ്റെ വണ്ടി. അവിടെ ഒരു വലിയൊരു കാഞ്ഞിര മരമുണ്ട്. ആ കാഞ്ഞിര മരം മാത്രം, ബാക്കി അപ്പുറമൊക്കെ വലിയൊരു കൊക്ക, ആ കൊക്കയുടെ കരയിലുള്ളത്. ആ കാഞ്ഞിര മരത്തിന് കൊണ്ടുവരിക തന്നെ ഒരറ്റ ഇടിക്കലാണ്. ആ മരത്തിൻ്റെയും അതുപോലെ ബസ്സിൻ്റെ ഇടയിൽപ്പെട്ട് വണ്ടി ഇങ്ങനെ ചളുങ്ങി. എന്നാൽ അതിൻ്റെ ഭാഗ്യം നോക്കണം എന്താണ്, ഈ ഇതിൽ വീണ സമയത്തും ഈ ഡ്രൈവറായിട്ട് എൻ്റെ മടിയിലാണ് എൻ്റെ മോളിരിക്കുന്നത്. എൻ്റെ മോള് ചെറിയ കുട്ടിയായിരുന്നു, എനിക്ക് തോന്നുന്നു 1.5 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ അവൾ +2 ആണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വയസ്സ് കഷ്ടേ ഉള്ളൂ എൻ്റെ മോൾക്ക്. അപ്പോൾ ആ വണ്ടി വന്ന് ഇടിച്ച സമയത്ത് എൻ്റെ മോൾക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. എൻ്റെ മകനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. മകന് അവിടെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച്, ഭാര്യയ്ക്കും 1-2 സ്ഥലത്ത് ചെറിയൊരു മുറിവ് മാത്രം. എൻ്റെ ഈ തോളല്ലേ ഇവിടെ നിന്ന് ചെറുങ്ങനെ ഒന്ന് പൊട്ടിപ്പോയി, വേറെ ഒന്നും സംഭവിച്ചില്ല. അവിടെ നേരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഒരു 4-5 ദിവസം അവിടെ ഹോസ്പിറ്റലിലായി. വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചളിങ്ങിയിട്ട് ഉണ്ട പോലെ ഉണ്ടായിരുന്നു, ഉരുണ്ടിട്ട്.
അതേ സമയത്ത് നമുക്കൊന്നും പറ്റില്ല. അതെന്താ സംഭവം? ആ കാഞ്ഞിര മരം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ അഗാധമായ കൊക്കയിലേക്ക് അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് രക്ഷയായത് ആ മന്ത്ര. ഏതായാലും ദുരിതം നമുക്ക് എന്തായാലും ഉണ്ട്. ആ ദുരിതത്തിനെ ശക്തി കുറച്ചു. അപ്പോൾ നമ്മൾക്ക് വരും അപകടം, എന്തായാലും വരുമ്പോൾ ആ അപകടത്തിനെ ശക്തി കുറച്ചിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിലേക്ക് ആക്കി തരികയാണ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ അനുഭവമാണ് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരാൾക്കും ഇത്തരത്തിൽ എല്ലാ ദുരിതത്തിൽ നിന്നും, എല്ലാ കഷ്ടപ്പാടിൽ നിന്നും, എല്ലാ ദ്രോഹത്തിനും, ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ നമ്മൾ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിന് താങ്ങാൻ പറ്റുന്ന വിധത്തിലേക്ക് അതിനെ കൊണ്ടുവരാനെങ്കിലും ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമായ മന്ത്രങ്ങൾക്ക് കഴിയും. അപ്പോൾ മന്ത്രത്തിനെ നമ്മൾ പൂജിച്ച് തള്ളേണ്ടതില്ല. ഇത് മനനേന ത്രായതേ ഇത് മന്ത്ര എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളത് മനസ്സിലിങ്ങനെ ജപിച്ചു കൊണ്ടേയിരിക്കാം. ഏതൊരവസരത്തിലും നമ്മൾക്കൊരു മന്ത്രം വേണം. എപ്പോഴും നമുക്ക് ഒരു തരത്തിലുള്ള ദ്രോഹം ഉണ്ടാവില്ല. പക്ഷേ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, മറ്റുള്ളവരോട് മോശമായി പെരുമാറരുത്, മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. അപ്പോൾ അത് നമുക്ക് ദോഷമായിത്തീരും. അതുകൊണ്ട് അതുപോലെ എല്ലാവരോടും ശത്രുവിനെ പോലെ സ്നേഹിച്ച്, എല്ലാവരെയും നല്ലതുപോലെ ശത്രുവിനെയും സ്നേഹിക്കണം, അതാണ് പ്രധാനം. അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരെയും ബഹുമാനിച്ച്, എല്ലാവരെയും ആദരിച്ച് നമ്മൾ ഈ മന്ത്രം ജപിച്ചും കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുക. ഒരു തരത്തിലുള്ള ശത്രുക്കളും നമ്മളുടെ അരികിലേക്ക് എത്തില്ല. ഇനി നമ്മളുടെ ശത്രുവായ ഒരാളുണ്ടെന്നിരിക്കട്ടെ, ആ ശത്രുവിനെ പോലെ നമുക്ക് മിത്രമാക്കാൻ പറ്റും. ഒരു ജോലിയിലാണ് നമ്മൾ ചെയ്യുന്നത്, ആ ജോലിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാർ നമ്മുടെ മോശമായി പെരുമാറാമെന്നിരിക്കട്ടെ, നമ്മൾ നിത്യേന ഈ മന്ത്രം കാര്യങ്ങൾ ജീവിക്കുന്നു, അവരോട് നമ്മൾ ബഹുമാനത്തോടുകൂടി പെരുമാറിയെന്നിരിക്കട്ടെ, അവരുടെ സ്വഭാവം മാറും. അവരുടെ സ്വഭാവം മാറും മാത്രമല്ല, നമ്മൾക്ക് അവർ പരിഗണന നൽകും. ഒറ്റയടിക്ക് മാറില്ല, നിരന്തരമായിട്ടുള്ള മന്ത്രജപത്തിൽ മാത്രമേ മാറ്റം വരൂ. വാൽമീകിക്ക് വന്നിരിക്കുന്നത് നിരന്തരമായ മന്ത്രജപത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചുറ്റും ഒരു പുറ്റു വളർന്നു വന്നു. അപ്പോൾ എത്ര കാലം അദ്ദേഹം ജപിച്ചു നോക്കണം. അതിനുശേഷമാണ് അയാൾ ശ്രേഷ്ഠമായത്. ഇവിടെ നമ്മൾ ഈ കലികാലത്തിൽ ഈ മന്ത്രങ്ങൾക്ക് ശക്തി വളരെ പവറാണ്. ഇവിടെ മന്ത്രജപത്തിനാണ് പവർ. യാഗത്തിനും ഹോമത്തിനും യജ്ഞത്തിനൊക്കെ 2ാം സ്ഥാനമാണ്. നിങ്ങൾ വലിയൊരു യാഗം ചെയ്യുന്നു, വലിയൊരു പൂജ ചെയ്യുന്നു, നിങ്ങളിപ്പോൾ ക്ഷേത്രത്തിൽ വലിയൊരു വഴിപാട് ചെയ്യുന്നു. ഈ വഴിപാടിൻ്റെ ഗുണം കിട്ടണമെന്നതിനേക്കാളും വളരെ പെട്ടെന്ന് ഗുണം കിട്ടും മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ. അതാണ് പ്രത്യേകത. അപ്പോൾ മന്ത്രജപം നമ്മൾ ആവശ്യക്കാർ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കാൻ അറിയില്ല എന്നിരിക്കട്ടെ, എനിക്ക് ദേവി മാഹാത്മ്യത്തെക്കുറിച്ച് അറിയില്ല, ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കാം. നാരായണ കവചം അറിയില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ ഉടനെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ മൂലമന്ത്രമുണ്ട്, ദേവിയുടെ മൂലമന്ത്രമുണ്ട്. അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അത് ജപിച്ചാൽ തന്നെ വളരെയേറെ ഗുണമുണ്ട്. നിത്യേന ജപിക്കാം ദേവിയുടെ മൂലമന്ത്രം. പക്ഷേ മൂലമന്ത്രം നമുക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. അത് ഗുരു ശിഷ്യന് മാത്രം ഓതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അർഹതപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് കിട്ടും. ഇല്ലെങ്കിൽ ദേവിയുടെ ഉപാസകനാണ് ഞാൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേറൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ട ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്നെ സമീപിക്കുന്ന സമയത്ത് അവർ അങ്ങനെയുള്ള ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവർക്കത് ഉപദേശിച്ച് കൊടുക്കും. ഞാൻ മാത്രമല്ല, നിരവധി ആചാര്യന്മാരുണ്ട്. നിങ്ങൾക്ക് ആരിൽ നിന്നും ഇങ്ങനെയുള്ള മൂലമന്ത്രം വാങ്ങിച്ച് അത് ജപിച്ച് ആ ശ്രേഷ്ഠമായ തലത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഏത് ദുഷ്ടശക്തിയെയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ആ ദുഷ്ടശക്തിയെ ഇല്ലാതാക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ കാര്യം മറക്കരുത്. 1 ദേവി മാഹാത്മ്യം, 2 നാരായണ കവചം, 3 ഗായത്രി മന്ത്രം, അതിനോടൊപ്പം പഞ്ചാക്ഷരി മന്ത്രം. ഇതിൽ നമ്മൾ ദേവിയുടെ മൂലമന്ത്രം ഏറ്റവും ശ്രേഷ്ഠമാണ്. പറ്റുമെങ്കിൽ അതും നിങ്ങൾക്ക് ജപിക്കാം. ഇതോടൊപ്പം വീട്ടിൽ നിരന്തരമായി ജപിക്കേണ്ട ഒരു മന്ത്രമാണ് രാമമന്ത്രം. രാമമന്ത്രം എന്ന് വെച്ചാൽ താരക മന്ത്രമായിട്ടുള്ള രാമമന്ത്രം നമ്മൾ ജപിക്കാം. അതോടുകൂടി നമ്മുടെ വീട് സ്വർഗ്ഗമാകും. എല്ലാ ദുഷ്ടതകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും, എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും. ആര് എന്തൊക്കെ നമ്മൾക്കെതിരെ പ്രയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ നിഷ്പ്രഭമാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേമ്പിൻ്റെ ഇലയിൽ വീണ വെള്ളം പോലെ ചിലപ്പോൾ ആരൊക്കെയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവാൻ നിലവിൽ. അതിനെ നിങ്ങൾക്കിപ്പോൾ മാരണം ചെയ്തിട്ടുണ്ടോ, ആഭിചാരം ചെയ്തിട്ടുണ്ടോ, കൈവശം തന്നിട്ടുണ്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതങ്ങോട്ട് ജപിച്ചു. നിങ്ങൾക്കറിയില്ല, അത് കിട്ടാനില്ലെങ്കിൽ ഉടനെ എൻ്റെ നമ്പറിൽ അങ്ങോട്ട് ബന്ധപ്പെടുക, വാട്സപ്പിൽ ബന്ധപ്പെടുക. പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. ഒരു വിഷമം വേണ്ട. ഇതിനായിട്ട് നിങ്ങൾ ലക്ഷങ്ങളും കോടികളും ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി ഓർമ്മിക്കട്ടെ. ഏതായാലും അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.